അങ്ങനെ 2025 റിലീസായ വെപ്പൺസ് എന്ന് പറയുന്ന സിനിമ കണ്ടു. ബേസിക് ആയിട്ട് സിനിമയുടെ കഥ വരുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറർ മിസ്റ്ററി എന്നുള്ള രീതിയിലാണ് സിനിമയുടെ കഥ മെയിനായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു ക്ലാസ്സിൽ നിന്ന് 17 പിള്ളേരെ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് കാണാതെ പോകുന്നു. അങ്ങനെ അതിൻ്റെ കുറ്റങ്ങൾ ഒന്നും ചെന്ന് വിടുന്നത് ആ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിൻ്റെ മേളിലാണ്. കഥ അവിടെ നിന്ന് തുടങ്ങുന്നത്. അങ്ങനെ പോയി 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 സിനിമ ചെന്ന് നിൽക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിച്ച് ആ ഒരു രീതിയിലാണ് സിനിമ ചെന്ന് നിൽക്കുന്നത്. ബേസിക്കലി നമ്മൾ നോർമലായിട്ടൊരു ഹൊറർ ആ ഒരു മൂഡിലുള്ള പടങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരുപാട് എലമെൻറ്റ്സ് കാണും പേടിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ. ഇതിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പൊതുവെ കുറവാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളെ കൊണ്ട് പടം ഒരുപാട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. അത് വേറൊന്നും കൊണ്ടല്ല, മെയിനായിട്ട് സിനിമയുടെ ഡയറക്ഷൻ ആയിക്കോട്ടെ, പടത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിക്കോട്ടെ, എല്ലാ രീതിയിലും പടം ഭയങ്കരമായിട്ട് മികച്ചാണ് നിൽക്കുന്നത്. എനിക്ക് ആകെ ഒരു പോരായ്മയായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തോടെത്തുന്ന സമയത്ത് സിനിമയുടെ ഒരു ചെറിയ കുറച്ച് പോർഷൻസിൽ മാത്രം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ചെറുതായിട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമേ ഉള്ളൊരു കുഴപ്പം. അത് കുറച്ച് നേരത്തേക്കുള്ളൂ, ഒരു മിനിറ്റത്തേക്കോ. അല്ലാതെ ഏതൊരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, ക്യാരക്ടേഴ്സ് ആയിക്കോട്ടെ, അഭിനയിച്ചവരായിക്കോട്ടെ, അതിൽ മെയിനായിട്ട് 17 പിള്ളേരിൽ ഇവരെ കൂടാതെ ഒരു ചെറുക്കനും കൂടെ ഉണ്ട്. ആ പയ്യൻ്റെയൊക്കെ അഭിനയം പീക്ക്, അതായത് അത്രയും രസമായിട്ടാണ് ചെറുക്കൻ അഭിനയിച്ച് വെച്ചേക്കുന്നത്. അത് പറയുവാണെങ്കിൽ തന്നെ സിനിമയിൽ ഒരു കള്ളൻ്റെ വേഷം ചെയ്യുന്നൊരു പുള്ളിക്കാരനുണ്ട്. എനിക്ക് ആ സിനിമയ്ക്കകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫേവറേറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടേഴ്സിലൊന്നാണ് ആ കള്ളൻ. അതായത് ആ സിനിമയിൽ തന്നെ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളൻ്റെ വേഷമാണ്. പുള്ളി അത്രയും കിടിലോട്ടാണ് ചെയ്തേക്കുന്നത്. പുള്ളി വരുന്ന സമയവും വന്നതിന് ശേഷം പുള്ളി എങ്ങനെ ഇതിനകത്തോട്ട് വന്നു, എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടു എന്നുള്ള രീതിയൊക്കെ, കഥയൊക്കെ പറയുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടാണ് പറയുന്നത്. പിന്നെ അവസാനം പുള്ളിയും ഇതിൻ്റെ അത് വേറെ പോലീസുകാരനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് കണക്ക് ചെറുതായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഫൈറ്റ് എന്നല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ബേസിക്കലി ഒരു വിച്ച്, ഈ ഒരു മന്ത്രവാദിനി ആ ഒരു രീതിയിലാണ് പടം. ആ ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. പുള്ളി ഈ മന്ത്രവാദത്തിൻ്റെ കീഴിലാവുകയും പിന്നെ അതിനുശേഷം പുള്ളി കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ അത് ചിരിപ്പിക്കാനായിട്ട് വെച്ച സീനാണെന്ന് അറിയത്തില്ല. എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു. പക്ഷെ ഭയങ്കര രസമായിട്ട് അതൊക്കെ കാണിക്കുന്നത്. ക്ലൈമാക്സൊക്കെ ഭയങ്കര രസമാണ്. അതായത് ഒരു 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 ഹൈ ക്വാളിറ്റി പടം കാണുന്ന നമുക്കൊരു ഫീൽ വരും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും. അതിലെ പിള്ളേരുടെ കാര്യം എടുത്ത് പറഞ്ഞെടുത്ത്, പിള്ളേരല്ല, അതിനകത്ത് ഒരു മെയിൻ കൊച്ചു ചെറുക്കനുണ്ടല്ലോ, ഒരു കൊച്ചു ചെറുക്കനുണ്ട് അതിനകത്ത്. അവൻ അടിപൊളിയായിട്ട് അഭിനയിച്ചേക്കുന്നത്, അടിപൊളിയായിട്ട് ചെറുക്കൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളൊരു പോലീസുകാരൻ. പുള്ളിയുടെ റോളും പുള്ളി ക്ലീനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് മെയിൻ ക്യാരക്ടറായ ഞാൻ പറഞ്ഞില്ല, ക്ലാസ് ടീച്ചറാണ് അതിനകത്തുള്ള മെയിൻ ക്യാരക്ടർ. പുള്ളിക്കാരിയാണ് ഈ സ്റ്റോറി കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരിയിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. സിനിമയുടെ വിഷ്വൽസ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്ക്രീൻ പ്ലേ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും പടം മികച്ചു നിൽക്കുന്നതായിട്ടാണ് എനിക്ക്. അതായത് ഞാൻ വളരെ ചുരുക്കം സിനിമകളേ ഉള്ളൂ ഞാൻ തിയേറ്ററിൽ മിസ്സാക്കിയല്ലോ എന്ന് ചിന്തിക്കുന്ന സിനിമകൾ. അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി ഈ വെപ്പൺസ് എന്ന് പറയുന്ന സിനിമ. ബേസിക്കലി ചർച്ച ചെയ്യുന്നത് തന്നെ ഈ വെപ്പൺസ് എന്തുവാന്ന്, അല്ലെങ്കിൽ ഈ പിള്ളേരെങ്ങനെയാണ്, ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം കാണാതായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി ചർച്ച ചെയ്യുന്നത്. പടം നല്ല രസമായിട്ട്, അതായത് ഞാൻ പറഞ്ഞില്ല, പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അതായത് നമ്മളിങ്ങനെ പിടിച്ചിരുത്തും ആ ഒരു രീതിയിൽ. അത്രയും അടിപൊളിയായിട്ടാണ് പടത്തിൻ്റെ സ്ക്രീൻ പ്ലേ. അതെനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അത്രയും അടിപൊളിയായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്താണ് നമുക്ക് തോന്നും. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് തോന്നുന്നത്. അതിനകത്ത് ഒരുപാട് പേടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെന്നല്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ പടം ത്രൂ ഔട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന രീതിയുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ്. അതായത് ആ ഒരു കഥ പറഞ്ഞ് നമ്മളിങ്ങനെ ആ ഒരു മിസ്റ്ററി എന്ന് പറയുന്ന സാധനമില്ലേ, അവരിങ്ങനെ വിടാതെ ഇങ്ങനെ കൊണ്ടുപോകും. അവസാനം ക്ലൈമാക്സ് വരെ ഇങ്ങനെ കൊണ്ടുപോകും. അത്രയും അടിപൊളിയായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ആ സ്ക്രീൻ പ്ലേ ഒക്കെ എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. സിനിമ ഇപ്പം തന്നെ ഒരുപാട് കണ്ടവരൊക്കെ കാണും. കണ്ടവരൊക്കെ ഉണ്ട്, എന്തായാലും കമൻ്റായിട്ട് പറ. ഇതുപോലുള്ള ഇനിയും വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, നന്ദി.